ഹലോ, ഇത് അത്തത്തിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ തറ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് നേരത്തെ തറ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണങ്ങുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി നന്നാക്കി. കുറച്ച് പുല്ലൊക്കെ പറിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പറിച്ചു. പിന്നെ കുറച്ച് നല്ല മണ്ണെടുത്ത് കൊണ്ടുവന്ന് അതിൽ കുറേ ഇലകളൊക്കെ ഉണ്ടായിരുന്നു, കരിയിലകൾ. അപ്പോൾ അതൊക്കെ പെറുക്കി വെച്ചു. കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിടുകയാണ്. അപ്പോൾ ഈ ഉറുമ്പിൻ്റെ കുറച്ച് മണ്ണ് കണ്ടപ്പം അത് നല്ല പശപ്പശപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ് മുറ്റത്ത്. തറ ഉണ്ടാക്കുന്ന ഭാഗം അവിടെ പാറയാണ്. അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കുഴിഞ്ഞിട്ടും പിന്നെ ഒരു ഭാഗം കുഴിവും ഒരു ഭാഗം ഇങ്ങനെ പൊന്തിയിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പം ഞാനത് മണ്ണിട്ട് ആദ്യം ഒന്ന് ലെവലാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ തറ സിമൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തറ ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ താഴെ ആദ്യം ഒന്ന് മണ്ണ് പരത്തിയിട്ട് ഒന്ന് ലെവൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ പരത്തി വെച്ചു. അതിൻ്റെ മുകളിൽ വെള്ളം തള്ളുകിയിട്ട് വേണം അതൊന്ന് അമർത്താൻ, അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോരും ഉണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. മൊത്തത്തിൽ നനച്ചിട്ട് ഒന്ന് അമർത്തിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. മീൻ വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സിമൻറ്റിൻ്റെ ഒരു വലിയ പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിയപ്പം അതിൻ്റെ താഴെയുള്ള ഭാഗമാണ് ഈ നമ്മൾ തറയായിട്ട് വെച്ചിട്ടുള്ളത്. അതിന് കുറച്ചൊന്ന് ശരിയാക്കിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അറ്റമൊക്കെ കുറച്ചിങ്ങനെ കറക്റ്റ് അല്ലാണ്ടായിട്ടാണ് നിന്നിരുന്നത്. അതൊക്കെ പിന്നെ കറക്റ്റ് ചെയ്ത് കുറച്ച് സിമൻറ്റൊക്കെ തേച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ തറയായിട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് മണ്ണൊക്കെ തേച്ച് ക്ലിയർ ചെയ്ത് വെച്ചു. പിന്നെ ഇത് പിറ്റേ ദിവസം അത്തപ്പൂക്കളിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചാണകവും പിന്നെ കുറച്ച് ചിരട്ടേൻ്റെ കരി ഉണ്ടല്ലോ അത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതിൻ്റെ ബാക്കിയായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് തേക്കാൻ വിചാരിക്കും. അപ്പോൾ നല്ല കറുപ്പ് കളർ ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം തേക്കുമ്പോൾ അത്ര ഡാർക്കായിട്ട് വരില്ല, കറുത്ത കളർ വരില്ല. അതിങ്ങനെ ഓരോ ദിവസം നമ്മൾ തേക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് രാവിലെ തേക്കുകയാണ്. ഇവിടെ ചാണകം കുറച്ച് അപ്പുറത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. കുറച്ച് ദൂരം അവിടെ നിന്ന് പോവാനുണ്ട്. അപ്പം അത്തത്തിൻ്റെ തലേ ദിവസം ഇവിടെ പറമ്പിൽ ഒരു പശുവിനെ കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പോയി നോക്കിയപ്പോൾ ചാണകമുണ്ട്. അപ്പോൾ പിന്നെ അതെടുത്ത് കൊണ്ടുവന്ന് എടുത്തു വച്ചിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് പിന്നെ രാവിലെ ഞാൻ ഈ ഒരു തറേൻ്റെ മുകളിൽ മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുന്നത്. തറേൻ്റെ ചുറ്റിലും ഞാൻ പിന്നെ കുറച്ച് മണ്ണ് വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പാറയാണ്. അപ്പം അതൊന്ന് ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മണ്ണ് ഞാൻ തറേൻ്റെ ചുറ്റിലും കുറച്ച് കൂടുതൽ തേച്ച് കൊടുത്തിരുന്നു. അപ്പോൾ അവിടെയും കൂടെ ഞാൻ ചാണകം തേച്ചു. അപ്പം നമുക്ക് പൂ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാമല്ലോ, അത് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ അത്ര വലിയ പൂക്കളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ രാവിലെ പൂ ഇട്ട് കൊടുത്തു.